കോൺഗ്രസിൻ്റെ പ്രതിനിധി റോണി കെ ബേബി, അഡ്വക്കേറ്റ് എന്ന് പറയാൻ എനിക്കിപ്പോൾ പേടിയാവുന്നു. റോണി കെ ബേബി, താങ്കൾ അഭിഭാഷകൻ തന്നെയാണ്. താങ്കളെ ഞാൻ കോൺഗ്രസിൻ്റെ അഭിപ്രായം പറയാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇപ്പോൾ കെ സോമൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മാധ്യമങ്ങളൊക്കെ അത് പരാമർശിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ഒരു 8 തവണ മധ്യവർഗം എന്ന് പറഞ്ഞു. അതുകൊണ്ട് മധ്യവർഗത്തിന്, ഇടത്തരക്കാർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ അദ്ദേഹവും പറഞ്ഞു ഇടത്തരക്കാർക്ക് ഐശ്വര്യം നേരുന്നു എന്ന ഒരു പരാമർശം അദ്ദേഹത്തിൽ നിന്നുമുണ്ടായി. ഇത് ഇടത്തരക്കാർക്ക് ഒരുപാട് സഹായം കിട്ടും എന്ന പ്രതീക്ഷ ഉണർത്തിയിട്ടുണ്ട് എന്നൊക്കെ സോമൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അങ്ങനെ വന്നു. അതുപോലെ തന്നെ അദ്ദേഹം ബഡ്ജറ്റിന് പുറത്തുള്ളൊരു കാര്യമാണെങ്കിൽ പോലും നയപ്രഖ്യാപന പ്രസംഗം നടത്തിയ രാഷ്ട്രപതിക്കെതിരെ വ്യക്തിപരം എന്ന് തോന്നുന്ന തരത്തിൽ ഉയർന്ന ആക്ഷേപത്തെക്കുറിച്ച് അദ്ദേഹം പ്രതിഷേധ സൂചകമായി സംസാരിച്ചു. ഈ രണ്ട് കാര്യത്തിലും താങ്കളുടെ ഒരു പ്രതികരണമാണ് എനിക്ക് വേണ്ടത്. ബജറ്റിൽ നിന്ന് ഇന്ത്യൻ ജനത എന്താഗ്രഹിക്കുന്നു, എന്താശങ്കയോടെ ഇന്ത്യൻ ജനത അതിനെ നോക്കി നിൽക്കുന്നു, ഒപ്പം തന്നെ സോണിയാഗാന്ധിക്കെതിരെ ഉയർന്ന ആ പ്രതിഷേധത്തിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? അഡ്വക്കേറ്റ് റോണി. 2014 അധികാരത്തിൽ വന്ന ശ്രീ നരേന്ദ്രമോദി സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയെ എവിടെ എത്തിച്ചിരിക്കുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ഇന്നലെ പാർലമെന്റിൽ അവതരിപ്പിച്ച സാമ്പത്തിക സർവേ റിപ്പോർട്ടിലുള്ളത്. കോവിഡിന് ശേഷമുണ്ടായ പ്രതിസന്ധിയിലും നമ്മുടെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോയി. നമുക്കറിയാം 8.5% സാമ്പത്തിക വളർച്ചയിലേക്ക് എത്തി. പക്ഷെ ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 2 വർഷമായി ഇപ്പോഴാണ് അതിന്റെ ഒരു മാക്സിമം ലെവലിലേക്ക്, ആ സാമ്പത്തിക നയങ്ങളുടെ ആ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഈ ഇന്നലെ നൽകിയ ആ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ 6.3% മുതൽ 6.8% വരെ ഒരു സാമ്പത്തിക വളർച്ചയാണ് പ്രവചിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ തൊട്ടു മുൻപ് വർഷത്തില് ഒക്കെ അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസികൾ, IMF പോലുള്ള ഏജൻസികളൊക്കെ പറഞ്ഞതാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഒരിക്കലും 7% മുകളിലേക്ക് പോകാൻ പോകുന്നില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇല്ല, അങ്ങനെയല്ല, 9% സാമ്പത്തിക വളർച്ചയിലേക്ക് നമ്മുടെ രാജ്യം പോകും. അങ്ങനെ പടിപടിയായി നമ്മൾ മുന്നോട്ട് പോയി 9-10 സാമ്പത്തിക വളർച്ചയുമായി നമ്മൾ മുന്നോട്ട് പോയി. 2047 ആകുമ്പോൾ ഒരു വികസിത ഭാരതമായി ഇന്ത്യ മാറും. ഓരോ ഇന്ത്യക്കാരന്റെയും ആളോഹരി വരുമാനം പ്രതിദിനം ആളോഹരി വരുമാനം $13,000 എന്ന നിലയിലേക്ക് എത്തും എന്നൊക്കെ വലിയ അവകാശവാദങ്ങളാണ് നമ്മൾ മുഴക്കിയത്. പക്ഷെ ഇപ്പോൾ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുക. എന്താ ഇപ്പോഴത്തെ അവസ്ഥ? ഇന്ത്യയിലെ മധ്യവർഗവും ഇടത്തരക്കാരും ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളും വല്ലാതെ ഈ സാമ്പത്തിക നയങ്ങളുടെ പേരിൽ ഇന്ന് പ്രതിസന്ധിയിൽ ആഴ്ന്നിരിക്കുക. അവരുടെ ജീവിതമൊക്കെ വല്ലാതെ ഇന്ന് ബുദ്ധിമുട്ടിലായിരിക്കുക. ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കുകൾ പറയുന്നത് ഇന്ത്യയിലെ 50% വരുന്ന ആളുകളുടെ പ്രതിദിന വരുമാനം എന്ന് പറയുന്നത് 100 രൂപയ്ക്കും 150 രൂപയ്ക്കും ഇടയിലേക്ക് ഇന്ന് മാറിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? വരുന്ന വർദ്ധിച്ച തൊഴിലില്ലായ്മ നിരക്ക. അതിന്റെ ഒരു റേറ്റ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര അലാമിംഗ് ആണ്, വളരെ പേടിപ്പിക്കുന്ന രീതിയിലാണ്. കേന്ദ്ര സർക്കാർ പറയുന്നു 4% താഴെ മാത്രമേ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉള്ളൂ എന്ന് പറയുമ്പോൾ സെന്റർ ഫോർ മോണിറ്ററിംഗ് ഇക്കോണമിയെ പോലെയുള്ള സ്ഥാപനങ്ങൾ പറയുന്നത് ഇന്ന് 9.4% നമ്മുടെ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ നിരക്ക് എന്നാണ്. അതിൽ തന്നെ ഏറ്റവും പേടിപ്പിക്കുന്നത് 15 വയസ്സിനും 24 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരുടെ തൊഴിലില്ലായ്മ നിരക്ക് എന്ന് പറയുന്നത് ഇന്ന് 40% ഉയർന്നിരിക്കുക. ഇപ്പോൾ നമ്മൾ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്ന രീതിയിൽ, BJP അവകാശപ്പെടുന്ന രീതിയിൽ ഒരു സാമ്പത്തിക വളർച്ചയിലേക്ക് രാജ്യം പോകണമെങ്കിൽ പ്രതിവർഷം പുതുതായി 2 കോടി തൊഴിലവസരങ്ങൾ ഈ രാജ്യത്ത് സൃഷ്ടിക്കപ്പെടേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഉള്ള തൊഴിലവസരങ്ങൾ കൂടി ഇല്ലാതാകുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഒരു ഇക്കോണമിയുമായി ബന്ധപ്പെട്ട എല്ലാ പാരാമീറ്റേഴ്സും, എല്ലാ ഘടകങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു സാമ്പത്തിക മുരടിപ്പിന്റെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നത്. ഞാനിവിടെ ഒന്നാമത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ന് തൊഴിലില്ലായ്മ നിരക്ക് എന്നോട് പറഞ്ഞു. അഡ്വക്കേറ്റ് റോണി, ഈ ഘട്ടത്തിൽ, ഈ സാമ്പത്തിക മുരടിപ്പിന്റെ ഘട്ടത്തിൽ ബഡ്ജറ്റിൽ എന്ത് ഇടപെടൽ വേണമെന്നാണ് താങ്കൾ ആവശ്യപ്പെടുന്നത്? എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്?
തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇതേവരെ കൊണ്ടുവന്ന നയങ്ങൾ മുഴുവൻ വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി, അതിസമ്പന്നർക്ക് വേണ്ടിയായിരുന്നു. ഇതുകൊണ്ടാണ് 2019, ഞാൻ ഇവിടെ കൃത്യമായി കണക്കാൻ പറയാം, 2019 ഇവിടെ കോർപ്പറേറ്റ് ടാക്സ് വലിയ രീതിയിൽ വെട്ടിച്ചുരുക്കി. പക്ഷേ അവർക്ക് വലിയ ആനുകൂല്യങ്ങൾ കൊടുത്തു കോർപ്പറേറ്റ് മേഖലയ്ക്ക്. പക്ഷേ അവരുടെ അടുത്തുനിന്നുള്ള രാജ്യത്തിന്റെ ഖജനാവിലേക്കുള്ള സംഭാവന വെറും 6% മാത്രമേ വളർന്നിട്ടുള്ളൂ. നിക്ഷേപം കുറഞ്ഞു എന്നാണ്. 6% ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൂ ഈ പറയുന്ന കോർപ്പറേറ്റ് ഇൻകത്തിന്റെ ഭാഗത്തു നിന്നും. അവര് ഈ രാജ്യത്ത് ആവശ്യമായിട്ടുള്ള തൊഴിലുകൾ ക്രിയേറ്റ് ചെയ്യാൻ പരാജയപ്പെട്ടു. അവർക്ക് വലിയ ആനുകൂല്യങ്ങൾ കൊടുക്കുമ്പോഴും ഈ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുവാൻ, ഈ രാജ്യത്തെ മധ്യവർഗീയ സമൂഹത്തിന് പ്രതീക്ഷ നൽകുവാൻ, തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുവാൻ, ഇവിടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുവാൻ, കാരണം അവരിലേക്ക് അതുപോലെ പണം വരിക. ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കണം, ഇന്നലത്തെ സാമ്പത്തിക റിപ്പോർട്ടിൽ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണം. കോർപ്പറേറ്റുകളുടെ ലാഭം കൂടുമ്പോഴും തൊഴിലാളികളുടെ വേതനം കുറയുന്നു. ആരാ പറഞ്ഞത്? കേന്ദ്ര സർക്കാർ തന്നെ അഡ്മിറ്റ് ചെയ്തിരിക്കുക ഇന്നലെ. കോർപ്പറേറ്റുകളുടെ ലാഭം ഭീമമായി കൂടുക. അവരുടെ ലാഭം കൂടുമ്പോൾ അതിന് ആനുപാതികമായി ആ ലാഭം നമ്മുടെ രാജ്യത്ത് അവർ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അടുത്ത മൂലധനം, കാരണം ഇൻവെസ്റ്റ്മെന്റ് വന്നാലേ, മൂലധന നിക്ഷേപം വന്നാലേ അത് ജോബ് മാർക്കറ്റ് ഉണ്ടാക്കിയുള്ളൂ, പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ ഞാൻ ഈ ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കാര്യങ്ങളിൽ ഗവൺമെന്റിന്റെ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാണ്. കാരണം എന്താ പറയുക, നമുക്ക് ഇക്കോണമിയിലേക്ക് കൂടുതൽ പണം പമ്പ് ചെയ്യണം. നമ്മളോട് ഇവിടെ ഒരു കാര്യം കൂടി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കട്ടെ. ഈ സാമ്പത്തിക വർഷത്തില് ഗവൺമെന്റ് മൂലധന ചെലവിന് വേണ്ടി മാറ്റിവെച്ച തുകയിൽ 11.1 ലക്ഷം കോടി രൂപയിൽ വെറും 40% മാത്രമേ ഇതുവരെ ചെലവഴിച്ചിട്ടുള്ളൂ. ഇനിയും 60% ചെലവഴിക്കാൻ നിൽക്കുക. അപ്പോൾ നമ്മൾ ഓർക്കുക, എന്തുകൊണ്ടാണ് ഗവൺമെന്റിന് ഒരു കാരണം ഒരു രാജ്യത്തിനെ സാമ്പത്തികമായ വളർച്ചയിലേക്ക് നയിക്കണമെങ്കിൽ ഏറ്റവും അനിവാര്യം എന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്, മൂലധന എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷെ ഗവൺമെന്റ് മൂലധന ചെലവുകൾക്ക് തയ്യാറാകുന്നില്ല. 40% മാത്രമേ ഇതുവരെ, ഇനി 2 മാസമേ ഉള്ളൂ, ഈ ഫെബ്രുവരി മാർച്ചും, ആ 2 മാസത്തിനകം വേണം ബാക്കി 60% ചെലവഴിക്കാനായിട്ട്. അത് എന്ന് പറയുന്നത് ഒരിക്കലും പ്രായോഗികമല്ല. ഇവിടെ വേണ്ടിയത് ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിക്കണം. ഇപ്പൊ ജനങ്ങളുടെ പണമില്ല, അതാണ് വലിയ പ്രശ്നം. അത് കൃത്യമായ സൂചനയുണ്ട്. നമുക്ക് ഹൗസ് ഹോൾഡ് സേവിങ്സ്, ഇടത്തരം കുടുംബങ്ങളൊക്കെ അവര് ദേശീയ സമ്പാദ്യ പദ്ധതി ആയിക്കോട്ടെ, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള ലഘു സമ്പാദ്യ പദ്ധതികളിൽ നിക്ഷേപിക്കുന്ന പണത്തിൽ വലിയ അളവ് വന്നിരിക്കുന്നു. ഇതിന്റെ അർത്ഥം അവരൊക്കെ ധാരാളികളാണെന്നോ, പണം ദൂർത്തടിക്കുന്നോ, അവരിഷ്ടംപോലെ പണം ചെലവഴിക്കുന്നു എന്നുള്ളതല്ല. കാരണം സാമ്പത്തിക ചുരുക്കം, അവരുടെ പണമില്ലാതായിരിക്കുന്നു. അപ്പോൾ ഈ സാധാരണക്കാരായ ആളുകളിലേക്ക് കൂടുതൽ പണം എത്തിക്കുവാനുള്ള നടപടികളാണ് വേണ്ടത്. അതിന് ഇൻകം ടാക്സിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം. ഒരു കാര്യം ഞാനോട് പറഞ്ഞോട്ടെ, നമ്മള് ആ മൂന്ന് കാര്യങ്ങൾ ഒന്ന് ലിസ്റ്റ് ചെയ്യൂ. ഒന്ന്, ഇൻകം ടാക്സ് റെജിമിൽ ആവശ്യമായ റിഫോംസ് വരുത്തണം. ജനങ്ങളിലേക്ക് കൂടുതൽ പണം എത്തിക്കാനുള്ള മാർഗം. 2, പലിശ നിരക്കുകൾ. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം പലിശ നിരക്ക് കൂടുതൽ നിൽക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അത് ഹൗസിംഗ് ലോൺ ആയിക്കോട്ടെ, വാഹന വായ്പകളായിക്കോട്ടെ, ആ മേഖലകളൊക്കെ തകരുകയാണ്. 3 കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യൂ, വിശദീകരണം നമുക്ക് പിന്നീട് സമയം തരാം. ഒന്നാമത്തേത് ഇൻകം ടാക്സ് റെജീം. 2, പലിശ നിരക്കുകൾ കുറയ്ക്കുക. 3, GST. അവശ്യ വസ്തുക്കൾ ഉൾപ്പെടെ, അത്യാവശ്യ വസ്തുക്കൾ ഉൾപ്പെടെ, ഫുഡ് ഗ്രെയിൻസ് ഉൾപ്പെടെ അതിനകത്ത് GSTയിൽ ആവശ്യമായ വെട്ടിക്കുറവ് വരുത്തുക, നികുതി കുറയ്ക്കുക, ജനങ്ങളിലേക്ക് കൂടുതൽ പണം എത്തിക്കുന്നതിനുള്ള മാർഗം. അഡ്വക്കേറ്റ് റോണി, വിശദീകരണം ആവശ്യമില്ല, അത് സ്വയം സംസാരിക്കുന്ന വാദങ്ങളാണ്. താങ്കൾ രാഷ്ട്രപതി സ്ഥാനത്തെ അപമാനിച്ചു ഇന്നലെ പ്രതിപക്ഷം എന്ന ആരോപണത്തെക്കുറിച്ച് താങ്കളുടെ മറുപടി പെട്ടെന്ന്. വളരെ കൃത്യമായി പറയാം. കാരണം എന്താ, നയപ്രഖ്യാപനത്തിൽ പുതുതായിട്ടൊന്നും പറയാനില്ല. ഇപ്പോൾ ഒന്നും പറയാനില്ലാതെ വന്നപ്പോൾ എന്ത് ചെയ്തു? BJP തങ്ങളുടെ വീഴ്ചകൾ മറച്ചു വെക്കാൻ വേണ്ടി, കാരണം എന്ത് നയപ്രഖ്യാപനമോ, എന്തായാലും ഒരു പുതിയ വാഗ്ദാനം. കാരണം നയപ്രഖ്യാപനം പറയുന്ന പുതിയ സാമ്പത്തിക വർഷത്തേക്ക് എന്റെ ഗവൺമെന്റ് ചെയ്യാൻ പോകുന്ന ഇന്ന നയങ്ങൾ എന്നാണ് നയപ്രഖ്യാപനത്തിൽ പറയുന്നത്. ഏതെങ്കിലും ഒരു പുതിയ കാര്യം അവിടെ പറയുന്നത് എന്താ? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ വഖഫ് നിയമ ഭേദഗതി. ഇതൊക്കെ അല്ലാതെ ഈ രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടി ഇനി ഇവർ പറഞ്ഞ വലിയ ആദിവാസി സ്നേഹത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. വനവാസി സ്നേഹം, വനവാസിയായ പ്രസിഡന്റ് അപമാനിച്ചു. ഈ വനവാസികൾക്ക് വേണ്ടി, ആർഷവൽക്കരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി, ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി ഈ നയപ്രഖ്യാപനത്തിൽ ചൂണ്ടിക്കാണിക്കാനുണ്ടോ? നയപ്രഖ്യാപനത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ചുള്ള വിമർശനത്തിന് അല്ല പരാതി വന്നിരിക്കുന്നത്, പ്രതിഷേധം വന്നിരിക്കുന്നത്. രാഷ്ട്രപതി എന്ന വ്യക്തിയെക്കുറിച്ച് നടത്തിയ ക്ഷീണ പരാമർശം, അതിലാണ് പ്രതിഷേധം ഉയർന്നിരിക്കുന്നത്. അതിനുള്ള മറുപടി അതുമാത്രം. അത് തന്നെയാണ് വളരെ കൃത്യമായി ബോധപൂർവമായി ഇവര് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കെട്ടുകഥ, ഒരു കഥ എന്ന് മാത്രമേ ഉള്ളൂ.
ഒരു ബഹുമാനപ്പെട്ട പ്രസിഡന്റിനെയും ഇവിടെ കോൺഗ്രസിന്റെ നേതാവ് സോണിയാഗാന്ധി അവമാനിച്ചിട്ടില്ല. ഇവര് ഉണ്ടാക്കിയെടുക്കുക. കാരണം എന്താണെന്നറിയോ? കൃത്യമാണ് അഡ്വക്കേറ്റ് റോണി. അത് തന്നെയാണ് പ്രതിപക്ഷം കോൺഗ്രസ് ഔദ്യോഗികമായി വിശദീകരിച്ചിട്ടുള്ളതും. രാഷ്ട്രപതി സ്ഥാനത്തെ അപമാനിച്ചിട്ടില്ല. അതൊരു വളച്ചൊടിക്കലാണ്. അതൊരു വളച്ചൊടിച്ച് ഒരു കഥയുണ്ടാക്കൽ എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. ഒപ്പം ഭരണപക്ഷത്തിൻ്റെ ആരോപണം അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ആ ആരോപണ പ്രത്യാരോപണങ്ങളല്ല നമ്മുടെ ചർച്ചാ വിഷയം. ജനങ്ങൾ നോക്കി നിൽക്കുന്ന രാജ്യത്തിൻ്റെ ഇനിയുള്ള ഒരു വർഷത്തെ സാമ്പത്തിക രാഷ്ട്രീയ ആ ദിങ്മാർഗരേഖ ബജറ്റ്, അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച നടത്തുന്നത്.